എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരതിയാർ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇക്വലൻസ് സെഷനിൽ ചോദിച്ചപ്പോഴുള്ള മറുപടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഒരു ന്യൂസ് കണ്ടായിരുന്നു, UGC അംഗീകാരമുള്ളവർക്ക് ഇക്വലൻസ് കൊടുക്കുന്ന ഒരു പത്രത്തിൽ കണ്ടായിരുന്നു. ഒന്നും തീരുമാനമൊന്നും ആയിട്ടില്ല കേട്ടോ. അത് ഓർഡറൊക്കെ ആയിട്ട് വന്നാലേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അത് വേറൊരു കാര്യം സാർ, ഒരു സംശയം ചോദിക്കാൻ ഞാൻ ഇത് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഭാരതിയാറിന് കാലിക്കറ്റ് ഇക്വലൻസ് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. യൂണിവേഴ്സിറ്റിക്ക് അപ്രൂവ് ഇല്ല. 15 to 23 വരെ അംഗീകാരം ഇല്ല. ഇപ്പൊ 22 വരെ ഉള്ളത് സുപ്രീം കോടതി കേസിലാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റിക്ക് ഇക്വലൻസ് കൊടുക്കാൻ പാടില്ലല്ലോ സാർ. ഡിസ്റ്റൻസിന് കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു ഇത് അറിഞ്ഞായിരുന്നു, അതാണ് ഞാൻ വിളിച്ചത്. യൂണിവേഴ്സിറ്റിക്ക് അപ്രൂവൽ ഇപ്പം ഇല്ലാത്തതാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യണ ഏതെങ്കിലും ഇതിന് കൊടുക്കുന്നുണ്ടോ? ചില കോഴ്സുകൾക്ക് ഭാരതിയാറിന്റെ ഡിസ്റ്റൻസിനുള്ള ഇക്വലൻസി കൊടുക്കും. BA ഇംഗ്ലീഷിനൊക്കെ ഇക്വലൻസി കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിന് അപ്രൂവൽ ഇല്ല. ഇപ്പൊ കോടതിയിൽ ഇരിക്കുന്ന ഒരു ഇതാണ്, കോടതിന് ഒരു വിധിയും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഇപ്പൊ അണ്ണാമല യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ 2014 വരെയുള്ള കോഴ്സുകൾക്ക് ഇക്വലൻസി കൊടുക്കുന്നുള്ളൂ. അത് ആസ് പെർ UGC ഡയറക്ഷൻ ആണ്. ഞാൻ UGC സെക്രട്ടറി വിളിച്ചു. UGCയുടെ രേഖാമൂലം നമ്മൾ ചോദിച്ചപ്പോൾ ഭാരതിയാറിന് അംഗീകാരം ഇല്ലെന്നും അതിപ്പോ ഞങ്ങൾ അതിനെതിരെ സുപ്രീം കോടതി പോയിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അവർ പബ്ലിക് നോട്ടീസ് പോലെ നമുക്ക് അയച്ചു പറയട്ടെ. അതായത് അണ്ണാമല യൂണിവേഴ്സിറ്റിക്ക് ഇപ്പൊ 2014 അഡ്മിഷൻ വരെ നമ്മൾ കാലിക്കറ്റ് ഇക്വലൻസി കൊടുക്കുന്നുള്ളൂ. അത് ആസ് പെർ UGC ഡയറക്ഷൻ ആണ്. പക്ഷെ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചോളം അങ്ങനെ യാതൊരു ഡയറക്ഷനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് UGC സൈഡിൽ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ UGC അടുത്ത് ചോദിച്ചപ്പോൾ അംഗീകാരം ഇല്ലെന്നാണല്ലോ നമുക്ക് കാലിക്കറ്റിന് എന്തെങ്കിലും ഡയറക്ഷൻ കിട്ടണ്ടേ? യൂണിവേഴ്സിറ്റിക്ക് ഡയറക്ഷൻ കിട്ടിയാലല്ലേ യൂണിവേഴ്സിറ്റിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. കാര്യം ഈ നമ്മൾ ഈ കോടതി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇക്വലൻസി കൊടുക്കുന്നുണ്ടെന്ന് ഒരുപാട് പേര് കംപ്ലൈന്റ് വിളിച്ച് പറഞ്ഞു. ചിലപ്പം ആരെങ്കിലും കോടതി പോയി കഴിഞ്ഞാൽ കാലിക്കറ്റിലുള്ളവർ കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് പറഞ്ഞത്. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും. ഞാൻ ന്യൂസിൽ നിന്ന് വിളിക്കുകയാണ്. അതായത് ഇപ്പം നമ്മൾ സുപ്രീം കോടതി കേസുമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ടീമാണ്. അപ്പോൾ അതിൽ ഈ ഭാരതിയാർ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ ഭാരതിയാറിന് ഇക്വലൻസി കൊടുത്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞ് ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറെ ഏത് യൂണിവേഴ്സിറ്റിന്ന് കാലിക്കറ്റിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് നമുക്കൊരു കംപ്ലൈന്റ് കുറച്ച് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽ നമ്മൾ ഈ കേസ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഈ സുപ്രീം കോടതി കേസ് നോക്കുന്ന ആൾക്കാരാണ്. കൊടുക്കരുത് എന്നുള്ളത് ഇൻസ്ട്രക്ഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ചോദിച്ചു ഇതിന്റെ കേസ് അന്വേഷണത്തിൻ്റെ ഇതായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ UGC അടുത്ത് ചോദിച്ചപ്പോൾ UGC പറഞ്ഞു മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നിരുന്നു. ആ വിധി നമ്മൾ അതിനെ ചലഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. ഈ ആഗസ്റ്റിൽ 30-ാം തീയതി ഇതാണ് പറഞ്ഞിരിക്കുകയാണ്, ഹിയറിങ്ങിൻ്റെ ഇതുണ്ട്. മാറ്റി വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടുന്ന് ഭാരതിയാറിന്റെ ഒരു ഇത് പിന്നെ അപ്രൂവൽ കൊണ്ട് ഇത് വരാതെ ഇപ്പോൾ കേസിലിരിക്കുന്ന ഒന്ന് ഇവിടുന്ന് ഇക്വലൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചീറ്റിംഗ് അല്ലേ? കാര്യം ചെയ്യാം. നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ നിങ്ങൾ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഇതിന്റെ കേസ് ഉണ്ടെന്നും നിങ്ങൾക്ക് UGC ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടില്ലേ? ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ കിട്ടിയത്? വിവരാവകാശത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അവർ ഈ നോട്ടീസ് പബ്ലിക് നോട്ടീസ് പോലെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ആ പറയുന്ന നോട്ടീസുകളൊന്നും ഞങ്ങളുടെ ഒരു മെയിലിലേക്ക് ഒന്ന് തരുമോ? വേറൊരു കാര്യം കൂടെ പറയണം. 2023 അപ്രൂവൽ ഇല്ല ഭാരതിയാറിന്, കൊടുത്തിട്ടില്ല. 24 ലിസ്റ്റ് ഒന്നിനും ഇട്ടിട്ടില്ല. 23 ഭാരതിയാറിനില്ല. കാര്യം ഫ്രാഞ്ചൈസികൾ കേരളത്തിലുണ്ട്, അപ്പോൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ UGC നോട്ടീസ് ഇറക്കാനുള്ള ചാൻസ് ഉള്ളത് കൂടുതൽ ഭാരതിയാറിന്. അപ്പോൾ ഇനി ഇറക്കി കഴിഞ്ഞ് നിങ്ങൾ കൊടുത്ത ഇക്വലൻസ് ഇൻവാലിഡ് എന്ന് നിങ്ങൾ തന്നെ പറയണ്ട. കൊടുക്ക പിള്ളേർ കോടതി വല്ലതും പോയാൽ നിങ്ങൾക്ക് പ്രശ്നമാവും. അല്ല, ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് UGCയുടെ അംഗീകാരമുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു കുട്ടികൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈക്വലൻസി കൊടുക്കണം എന്നാണ് നമ്മുടെ റെഗുലേഷൻ. പക്ഷേ ഇതിലില്ല. എൻ്റെ വിവരാവകാശമുണ്ട്. വിവരാവകാശത്തിന് കാര്യം ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ഒരു വിവരാവകാശം ഞങ്ങളൊരു ഓഫീസിന്റെ മെയിലിലേക്ക് ഒന്ന് തരും. ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടെ അതൊന്നും എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഇമെയിലിൽ അയച്ചാൽ മതിയില്ല. ഈ നിങ്ങളെ സൈറ്റിൽ കണ്ട മെയിലില്ല, അതിലേക്ക് അയച്ചു. ആ സൈറ്റിൽ ഇപ്പം ഞാൻ അയച്ചു. ഹലോ സാർ, ഞാൻ ഇപ്പം വിളിച്ച ആളാണ്. മറ്റേ ഭാരതിയാറിന്റെ കാര്യം പറഞ്ഞു. ഞാൻ മെയിൽ വഴി അയച്ചിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യും. UGCയുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. പേരെന്താ നിങ്ങളെ? എന്റെ പേര് അമൽ. അതെ, കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ, ഞാൻ ഇന്നലെ വിളിച്ച ആളാണ്. അപ്പൊ നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങളൊരു ഇതിൽ ലെറ്റർ പാഡിലോ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഒഫീഷ്യൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളൊരു എന്ത് ചെയ്യുക, ഒരു റിട്ടേൺ ആയിട്ട് കംപ്ലൈന്റ് നിങ്ങൾ തന്നോളൂ. നമ്മളതൊന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു ഫയലേക്ക് ഫോർവേഡ് ചെയ്യാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ UGC അടുത്തും കൂടെ ചോദിക്കാം. നിങ്ങളേതായ രീതിയിലും ചോദിച്ചു നോക്കാം. അപ്പോൾ UGC
ഇതേ നിങ്ങൾക്ക് ഇങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കാര്യം ചെയ്യാം. നിങ്ങൾ എന്തായാലും ഒരു പരാതി എടുത്ത് തന്നോളൂ. അതായത് ഇങ്ങനെ കാലിക്കറ്റ് സർവകലാശാല ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഈ പറയുന്ന കോഴ്സുകൾക്ക് തുല്യത അനുവദിച്ച് നൽകുന്നവർ കാണുന്നുണ്ട്. പല വിദ്യാർത്ഥികളും നിങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം?